Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷാണ്. ഇത് നമ്മുടെ കിച്ചണിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത മൈക്രോഗ്രീൻസ് ചീര വെച്ചാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോഗ്രീൻസ് നമ്മുടെ വീടുകളിൽ ചെയ്യുന്നതെന്ന് നോക്കാം. മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ എടുക്കാം, ബേസിനെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ചെടിച്ചട്ടികൾ എടുക്കാം, അല്ലെങ്കിൽ പോട്ട്സ്, വേറെ എന്തെങ്കിലും ട്രേ പോലുള്ളതോ എന്ത് വേണമെങ്കിലും നമുക്കത് എടുക്കാം. ഈ മൈക്രോഗ്രീൻസ് യൂഷ്വലി നമ്മൾ വീടിനകത്ത് വെച്ച് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വെള്ളമൊക്കെ കുറച്ചേ ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ പുറത്തൊക്കെ നടുന്ന ചെടിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഇതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പാത്രം വേണം, പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ, ഇതുപോലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ബോട്ടിൽ കൂടെ വേണം. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് പേപ്പർ വേണം, പിന്നെ കുറച്ച് മണ്ണ് വേണം. അപ്പോൾ മണ്ണില്ലാത്ത രീതിയുമുണ്ട്, അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് മണ്ണുള്ള രീതി നോക്കാം. പിന്നെ ഇതിന് കൂടാതെ ഇതിന് വേണ്ടത് നമ്മൾ മുളപ്പിച്ച, നമ്മൾ കുതിർത്തിയ ധാന്യങ്ങളാണ്. അതിപ്പോൾ ഞാനിവിടെ പയറാണ് എടുക്കുന്നത്. ഇതുപോലെ ഏത് ധാന്യവും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇതുപോലെ വെറുതെ ഇങ്ങനെ മടക്കി ഇട്ടു. ഇനി അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമ്മൾ 1-2 ടിഷ്യൂ പേപ്പർ കൂടെ ഇട്ട് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ അത്ര അത്യാവശ്യമില്ല, ന്യൂസ് പേപ്പർ ഇട്ടാലും മതി. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് നമുക്കിനി മണ്ണിട്ട് കൊടുക്കാം. മണ്ണിനെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളപ്പിച്ച ധാന്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ന്യൂട്രീഷനിൽ വളരെ മുൻപന്തിയിലാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വളരെയേറെ പ്രചാരത്തിലുള്ളത്. ഒരു ഹാൻഡ്ഫുൾ എടുത്താൽ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും മണ്ണ് കുറച്ചുകൂടെ പുറത്ത്, നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ആദ്യത്തോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളെ വീടിന് അകത്ത് തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കൊള്ളാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കാം. സൂര്യപ്രകാശം ആദ്യം നമുക്ക് ഒട്ടും സൂര്യപ്രകാശം ആവശ്യമില്ല. ഇതൊന്ന് കുറച്ചൊന്ന് വന്നതിന് ശേഷം ജനലിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഓരോ അതിൻ്റെ വളർച്ചയും എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വിത്ത് പാകിയിട്ട് 3-ാം ദിവസമായി. ഇപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാം കുറച്ച് ലെങ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടതിന് ശേഷം ഞാൻ ദിവസവും 2 നേരം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും.
ഇതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിലിൽ, കാരണം ഒരുപാട് വെള്ളം ഇതിന് ആവശ്യമില്ല, അങ്ങനെ ഒരുപാട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അഴുകി പോകും. അതുകൊണ്ട് കുറച്ചിങ്ങനെ സ്പ്രേ ചെയ്ത് എല്ലാ സ്ഥലവും കിട്ടത്തക്കവണ്ണം ഒന്ന് കൊടുത്താൽ മതി. അതുപോലെ ഞാനിത് നമ്മുടെ വീടിനകത്താണ് വെച്ചിരിക്കുന്നത്. ജനലിൻ്റെ കുറച്ച് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഭാഗത്തായിട്ട്, എന്നാൽ കുറച്ചൊരു ലൈറ്റ് ഗ്ലാസ് ജനലിലൂടെ വരത്തക്കവണ്ണമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് നമ്മൾ പകലൊക്കെ ജനൽ കുറച്ച് തുറന്നു വയ്ക്കുന്നുണ്ട്, എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നോക്കാം എങ്ങനെ ആവും. അപ്പോൾ നമുക്ക് ചെറിയ കണ്ടെയ്നറുകളിൽ ചെറിയ ഇതുപോലെ ഡിസ്പോസബിൾ കപ്സ്, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയ പ്ലാസ്റ്റിക്കുകൾ, അതിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്കുണ്ടായിരുന്നാൽ കുറച്ചുകൂടെ നല്ലത്. ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ കുറച്ച് വെള്ളം മതി. എന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ധാന്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ പയറാണ് ഇടുന്നത്. ഇത് കുറച്ചുകൂടെ മുള വന്നതിന് ശേഷം ഇടുന്നതും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഇട്ട് വെച്ചായിരുന്നു. ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ഒന്ന് മുള കൂടുതൽ വന്നതിന് ശേഷം ഇട്ട് വയ്ക്കുന്നത്, അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി നമ്മളിത് വെയിലൊന്നും വെക്കാൻ പാടില്ല, വീടിനകത്ത് തന്നെ എവിടെയെങ്കിലും വയ്ക്കാം. കുറച്ചുകൂടെ ഒന്ന് മുളയൊക്കെ കൂടുതൽ വന്നതിന് ശേഷം നമുക്ക് ഒരല്പം ജനലിൻ്റെ അടുത്തോട്ടൊക്കെ നീക്കി വയ്ക്കാം. നമ്മൾ കപ്പിൽ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് ഇട്ട വിത്തും ഇതുപോലെ ഈ സ്റ്റേജ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. അപ്പോൾ ഇതും അതുപോലെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ ജനലിൽ നിന്ന് കുറച്ച് മാറി ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ വലുതായതിനു ശേഷം നമുക്ക് എടുക്കാം. ഇത് ഞാൻ വിത്ത് പാകിയിട്ട് ഇന്ന് 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് വിഭവങ്ങളും ഇത് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് വീടിനുള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ഡൈനിങ് ടേബിളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വെള്ളമൊന്നും കളയുന്നില്ല. ഇടയ്ക്ക് ഞാനൊന്ന് ജനലിൻ്റെ അടുത്ത് കൊണ്ട് സൺലൈറ്റ് കിട്ടാനായി കുറച്ച് സമയം ദിവസവും വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് വിഭവവും നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ വെള്ളം താഴെ നിന്ന് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ വീടിനുള്ളിൽ വെച്ചാലും വെള്ളമൊന്നും കളയുകയില്ല. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ലീക്ക് ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വെള്ളമൊന്നും കളയുന്നില്ല. നമുക്കിത് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ വീടിനുള്ളിലും വയ്ക്കാം, ആഹാരത്തിനായി ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ആവശ്യമുള്ളത്ര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്തതാണെങ്കിൽ ആ വേര് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. പേപ്പറിലുള്ളതാണെങ്കിൽ ആ പേപ്പറിൻ്റെ അംശങ്ങളൊന്നും വരാതെ അതിന് മുകളിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകി, മണ്ണൊക്കെ കംപ്ലീറ്റായിട്ട് പോകത്തക്കവണ്ണം ഒന്ന് കഴുകി എടുക്കാം. ഇനി ഇതിന് നമ്മൾ സാധാരണ ചീരയൊക്കെ അരിയും പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ തനിയെ ഇതിങ്ങനെ തനിച്ച് നമുക്ക് വയ്ക്കാം, അതല്ല ഏതെങ്കിലും കറികളുടെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ മുട്ട സ്ക്രാമ്പിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചേർക്കാം. പരിപ്പ് കറിയോ ഏത് വയ്ക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഇത് ചേർക്കാം. അതല്ല അത് തനിച്ചായിട്ട് തോരൻ പോലെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഏതായാലും വേണമെങ്കിലും എടുക്കാം. കുറച്ച് കടുക് ഇട്ടു, പിന്നെ ഒരു സവാളയും ഒരു എരിവില്ലാത്ത പച്ചമുളകും കൂടെ
ഇട്ട് കൊടുത്തു. ഒരു വറ്റൽ മുളകും ഇട്ടു. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചീര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്ത മൈക്രോ ഗ്രീൻസ് കൊണ്ടാണ് ഞാൻ ഈ ചീരത്തോരൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. പിന്നെ ഞാൻ ഈ ചെയ്തതിൽ വെച്ച് ഞാൻ പല കണ്ടെയ്നേഴ്സുകളിലും വളർത്തി നോക്കി. പക്ഷേ എനിക്ക് അതിൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്ത രീതിയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അത് എനിക്ക് തോന്നിയതാണ് അങ്ങനെ. അപ്പോൾ മറ്റേത് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാം തന്നെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല ഇതുപോലത്തെ പ്രയോജനകരമായ വീഡിയോസുമായി. ടിൽ ദെൻ ബൈ ബൈ.